പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബേബി ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലാണിത്. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് സീം അലവൻസ് ആണ്. 1/2 ഇഞ്ച് മുകളിൽ ടോപ്പായിട്ട് ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും. താഴെ തേരുവശമാണ് വരുന്നത്, അതുകൊണ്ട് 1/2 ഇഞ്ച് മാത്രം മതി മടക്കി തയ്ക്കാൻ. നിങ്ങളത് അങ്ങനത്തെ മെറ്റീരിയൽ അല്ലെങ്കിൽ നിങ്ങൾ താഴെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം. ഇത് ഞാനൊരു പ്ലീറ്റഡ് ഫ്രോക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്ലീറ്റ്സ് ഇടുന്നത് നോക്കാം. ആദ്യം 1 ഇഞ്ച് ഞാൻ സീം അലവൻസിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൽ 2 ഇഞ്ച് വെച്ചിട്ട് എൻഡ് വരെ മാർക്ക് ചെയ്തെടുക്കണം. പിന്നെ ആദ്യം കൊടുത്ത പോലെ തന്നെ നമ്മൾ അവസാനം 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യണം. ബാക്കി ഭാഗത്ത് നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം എങ്ങനെയാണ് പ്ലീറ്റ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളാക്കിയ ആ 1 ഇഞ്ചില്ലേ മാർക്ക് ചെയ്ത് അത് ഒഴിവാക്കിയിട്ട് ബാക്കി ഈ ഫസ്റ്റ് ലൈൻ വരച്ചെടുത്തുനിന്ന്, അതായത് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ 3rd പോയിന്റിലേക്ക് ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഞാനൊരു ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ ക്ലിപ്പ് വെച്ചിട്ട് ഇതുപോലത്തെ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി നമുക്ക് ഈസിയാണ് ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ക്ലിപ്പ് വെച്ചിട്ട് ആ പ്ലീറ്റ് ഇതുപോലെ ഒന്ന് അവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത പോയിൻ്റ് എടുക്കുക. അവിടുന്ന് 3ാമത്തെ പോയിന്റിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക. അതും നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇതേ രീതിയിൽ നമുക്ക് എൻഡ് വരെ ചെയ്യാം. എൻഡിൽ നമ്മൾ വെച്ച ആ ഒരു സീം അലവൻസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളിടത്ത് വരെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ നെക്സ്റ്റ് പോയിന്റിൽ നിന്ന് 3rd പോയിന്റിലേക്ക് ഇതുപോലെ പ്ലീറ്റ് എടുത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പം പട്ടുപാവാടയൊക്കെ തയ്ക്കുമ്പോഴും ഇതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നത്. സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ മെഷീൻ്റെ അടുത്ത് വെച്ചിട്ട് അപ്പോൾ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ പ്ലീറ്റ് ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കുറേ പ്ലീറ്റ്സ് ഇട്ട് എടുത്തതിന് ശേഷം നമ്മൾ ടോപ്പ് പാർട്ട് എടുക്കുക. ടോപ്പ് പാർട്ട് റെഡിയാക്കി വെച്ചത് എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതുപോലെ നമ്മൾ സ്കേർട്ട് പാർട്ടിന് സീം അലവൻസ് വിട്ടില്ലേ, അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ച് നോക്കുക. ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലും അതുപോലെ കുറച്ച് സീം അലവൻസ് ബാക്കി വെക്കണം, 1 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പ്ലീറ്റ്സ് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ അറ്റം മുതൽ അപ്പുറത്തെ അറ്റം വരെ 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് റെഡിയാക്കണം. അപ്പോൾ ലൈനിങ്ങിന് സ്കേർട്ട് ലെങ്ത്തിനേക്കാൾ ഞാൻ 1 ഇഞ്ച് കുറച്ചിട്ടാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇതിലും ഞാൻ സ്കേർട്ടിൽ ചെയ്ത പോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് വിഡ്ത്ത് കൂടിയ പ്ലീറ്റ്സാണ് ഇട്ടിട്ടുള്ളത്. ലൈനിങ് നമുക്ക് പല രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. സ്കേർട്ട് പാർട്ടിൽ ചെയ്ത പോലെ തന്നെ ഞാൻ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടോപ്പ് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റഫായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ സ്റ്റിച്ചൊന്ന് അഴിച്ച് മാറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, അവിടെ പിൻ ചെയ്ത് വെച്ചാലും മതി, അതാണ് എളുപ്പം. അപ്പോൾ അത് ആ സ്റ്റിച്ച് ഞാൻ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഏരിയയിലാണ് ആ സിബ് അറ്റാച്ച് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ടോപ്പും സ്കേർട്ടും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ടോപ്പ് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശത്ത് നമ്മൾ ആ സ്കേർട്ടിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. എന്നിട്ടൊന്ന് പിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഈ എൻഡ് മുതൽ അപ്പുറത്തെ എൻഡ് വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഫ്രോക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ്ങിൻ്റെ നല്ല വശം നമ്മൾ ഈ റെഡിയാക്കി വെച്ച ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക.
എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് നമുക്ക് നിവർത്തി നോക്കാം. നിവർത്തി നോക്കുമ്പം കണ്ടില്ല, ആ ജോയിൻ്റ് ഒന്നും കാണില്ല. നമുക്ക് ആ ഭാഗത്ത് നല്ല നീറ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രോക്ക് ഏകദേശം റെഡിയായി. ഇനി നമുക്കിതിന് സിബ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇൻവിസിബിൾ സിബ്ബാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സിബ്ബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുത്തില്ല. അവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സിബ്ബ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവും അതുപോലെ അതേപോലെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എത്ര വരെയാണോ സിബ്ബ് അറ്റാച്ച് ചെയ്യേണ്ടത് അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ സിബ്ബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ വരച്ചില്ല, അതിൻ്റെ മേലേക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് ആ ടോപ്പിലത്തെ ഭാഗം ഉള്ളിലോട്ടേക്ക് മടക്കി വെക്കാം. എന്നിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. നമുക്ക് ആ ലൈനിൻ്റെ മേലെ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടെടുത്ത് വരെ അത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം സിപ്പർ ഫൂട്ട് ഇട്ടിട്ട് ഈ സൈഡിൽ കൂടി ആ സിബിൻ്റെ ആ പല്ല് പോലത്തെ ഭാഗമുള്ള അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇപ്പുറത്തെ സൈഡും ഞാൻ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ തിരിച്ചു വെക്കുക. ആ ഭാഗവും നമുക്ക് ഇതുപോലെ ആ ടോപ്പ് ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ആ ഭാഗവും പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെയും അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സിപ്പർ ഫൂട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ടോപ്പിലത്തെ പിന്നും മാറ്റിയിട്ട് ആ ടോപ്പ് ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ആ പല്ലിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ വരച്ചിട്ടുണ്ടായില്ലേ, അതിൻ്റെ മേലെ കൂടെ തന്നെ ആ ഭാഗം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാൻ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് എത്തുമ്പോൾ അവിടെ ലോക്ക് ഇട്ടിട്ട് ഒന്ന് നിർത്തുക. അതിനുശേഷം അടുത്ത ഭാഗം ഇതുപോലെ ആ വരച്ച ലൈനിൻ്റെ മേൽ തന്നെ കറക്റ്റായി വെക്കുക. ടോപ്പിലത്തെ ഭാഗം ഉള്ളിലോട്ടേക്ക് മടക്കി വെക്കുക. എന്നിട്ട് ആ ലൈൻ മേലെ കറക്റ്റായി വെച്ചിട്ട് നമുക്ക് ആ ഭാഗവും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ പല്ല് പോലത്തെ ഭാഗത്തിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് ആ പോയിന്റിലെത്തുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തുക. അപ്പോൾ അത് രണ്ട് ഭാഗം ഞാൻ മാർക്ക് ചെയ്ത പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ അടിച്ച് നോക്കുമ്പോൾ ദാ ഇതുപോലെ ഉണ്ടാവും. ഇനി നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ പല്ല് ഉള്ള ഭാഗമില്ല അതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക രണ്ട് സൈഡിലും. എന്നിട്ട് ഒന്ന് അടച്ച് നോക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിബിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് നീറ്റാക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടി ഇതുപോലെ വെക്കുക. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ രണ്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ സിബ് അറ്റാച്ച് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ മുതൽ താഴത്ത് വരെ ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക. അതിന് ശേഷം ഈ ഭാഗം നമുക്ക് വേണ്ടാത്ത ഭാഗം സിബിൻ്റെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി താഴത്തെ ഭാഗം ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇതുപോലത്തെ ഒരു ഫാബ്രിക് ഫ്ലവറും കൂടി ഉണ്ടാക്കി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.